സ്റ്റാറിംഗ് ബോക്സ് നമ്മളതിൽ 30,000 രൂപക്ക് നമുക്ക് നമ്മളെ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. ശരിക്കും നമ്മൾ പുറത്തുനിന്ന് പോകുകയാണെങ്കിൽ 1.5 ലക്ഷം അങ്ങനെയൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാർ. പൊതുവേ പിന്നെ ആളുകൾക്ക് എക്സ്എഫിനെ കുറിച്ചൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഈ വണ്ടി മൈലേജ് ഇല്ലാത്ത വണ്ടിയാണ് എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ഇത് പിന്നെ നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. ഫസ്റ്റ് പ്രീവിയസ് ഒരു വലിയ നമ്മൾ അറിയപ്പെടുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ഉപയോഗിച്ചാണ്. സെക്കൻഡ് പേഴ്സൺ ഒരു UK മലയാളിയാണ്. ഇത് നമ്മൾ അത്യാവശ്യം സെയിൽ ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഇതും. ഈ വണ്ടി GLA മൈലേജിൽ അടിപൊളിയാണ്. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പുറകിൽ ഈ നിരന്ന് നിൽക്കുന്ന ഐറ്റംസ് ഉണ്ടോ നിങ്ങൾ കളർഫുള്ളായിട്ട് നിൽക്കുന്നത്? അതായത് സ്പെഷ്യൽ കാറ്റഗറി പറയുകയാണെങ്കിൽ ജാഗ്വർ ഉണ്ട്, അതേപോലെ മിനി കൂപ്പർ. ഒരു ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനത്തെ സ്പെഷ്യൽ വണ്ടികൾ, ഇതാ ബാക്കിൽ പ്രാഡം കാണാം, ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ വണ്ടികൾ നമ്മളങ്ങനെ കാണാറില്ല. ഒരു ബെൻസിൻ്റെ സെഗ്മെൻറ്റ്, അങ്ങനത്തെ ചെറിയ സെഗ്മെൻറ്റാണ് കാണാറുള്ളത്. ഈ ഒരു കാറ്റഗറി കാണാറുള്ളത് നമ്മൾ സാറിന് ലക്ഷറി ഷോറൂമുകളിലാണ്. അപ്പോൾ ഇതൊരു ഫ്രീലാൻസ് ലക്ഷറി കാർ ഡീൽ ചെയ്യുന്ന ആളുടെ വീഡിയോ ആണ്. നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. റമീസ് ഭായ്, സ്വാഗതം. ഓർമ്മയില്ലേ? ഓക്കെ, വേറെയും ചാനൽസിൽ കണ്ടുപരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പുതിയ സ്റ്റോക്കാണ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം പുതിയ സ്റ്റോക്കാണ്. 7 സീരീസ്, പ്രാഡോ, ജാഗോർ, പുതിയ CLA, പുതിയ 5 സീരീസ്, ഓക്കെ GLA പുതിയത് വന്നിട്ടുണ്ട്. ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒക്കെ ഒരു 15 ദിവസത്തിനുള്ളിൽ വന്ന സാധനങ്ങൾ ഇപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട്. കേരള വണ്ടിയാണ് ഇത്. ഒറിജിനൽ കേരള. ഇത് ഈ 7 സീരീസ് ഒറിജിനൽ കേരളയാണ്. പിന്നെ ഈ പ്രാഡോ നമ്പർ ആയ വണ്ടിയാണ്. എല്ലാം ഡീൽ ചെയ്യുന്നുണ്ട്. എല്ലാം ഡീൽ. അത് ചില വണ്ടികൾ നമ്മളെന്താ വെച്ചാൽ ഇപ്പോൾ ഈ 7 സീരീസിൻ്റെ ഇതെന്താ വെച്ചാൽ നമ്മൾ കസ്റ്റമർക്ക് എക്സ് ക്ലാസ് കൊടുത്തു. അപ്പോൾ മൂപ്പര കാറാണ് ഇത്. എക്സ്ചേഞ്ച് വെച്ചാൽ ഞങ്ങൾ എക്സ്ചേഞ്ച് ആയിട്ട് എടുക്കുന്നില്ല. മൂപ്പരോട് പറഞ്ഞാൽ ഞങ്ങൾ റീസെയിൽ ചെയ്ത് തരാം, അതായത് എന്നിട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് വെച്ചതാണ്. ഞങ്ങൾ പർച്ചേസ് ചെയ്തതിന് എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഡൽഹിയിൽ നിന്നാണ് വണ്ടി കൊടുത്തത്, മൂപ്പർക്ക് കൊടുത്തത്. അപ്പോൾ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാർട്സ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അങ്ങനത്തെ പ്രശ്നങ്ങൾ വീഡിയോ ഒന്നും വേണ്ട, സർവീസ് എല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ വീഡിയോകളൊന്നും വേണ്ട. വണ്ടിയുടെ കാര്യത്തിലും ഗ്യാരണ്ടി, വണ്ടി ഫുള്ള് ഗ്യാരണ്ടിയാണ്. നമ്മൾ മറ്റുള്ളതൊന്നും വ്യത്യസ്തമായിക്കാണ്ട് നമ്മളെല്ലാം തുറന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. അതായത് നമ്മളിത് വരുന്ന ഒരു കസ്റ്റമർക്ക് നമ്മൾ ഇതിനെന്താണോ കംപ്ലൈൻറ്റ് എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടാണ്. അപ്പോൾ ആളുകൾക്ക് ആർക്കും പേടിക്കാതെ എടുക്കാൻ പറ്റും. നമ്മൾ സ്കാൻ ചെയ്ത് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട്. അതെ, ലൊക്കേഷൻ വരുന്നത് മഞ്ചേരിയാണ്. മഞ്ചേരി പാണ്ടിക്കാട് റൂട്ടില്ല, മഞ്ചേരി പാണ്ടിക്കാട് റോഡിലാണ്. പയ്യനാട് കുട്ടിപ്പാറ എന്ന് പറഞ്ഞിട്ട് ചെറിയ സ്ഥലമാണ്. പയ്യനാട് എന്ന് പറയാനുള്ള എല്ലാവരും പെട്ടെന്ന് മനസ്സിലാക്കി. വീട്ടിൽ തന്നെയാണ് ബിസിനസ്. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. എല്ലാം നല്ല പൊട്ടിച്ച വിലകളിൽ കൊടുക്കാൻ പറ്റും. നല്ല വിലക്ക് കൊടുക്കാൻ പറ്റും. അതായത് നിങ്ങൾ കുറേ കാലത്ത് വീഡിയോ ചെയ്യുന്നതായിരിക്കുമല്ലോ, നല്ല വ്യത്യാസം 3, 4, 5 ലക്ഷം രൂപ വ്യത്യാസങ്ങളായിരിക്കും ബാക്കി എല്ലാ ഷോറും എല്ലാ ഇതിൽ നമ്മൾ കാണാം. കാരണം ഞാനും വീഡിയോ കാണലുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ആദ്യം നമുക്ക് ജാഗ്വാറിൽ തുടങ്ങാം. ജാഗ്വാർ XF ആണ് അല്ലേ വാഹനം? ജാഗ്വാർ XF ആണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ, കംപ്ലീറ്റ് സർവീസ് കമ്പനിയിൽ നിന്നുണ്ട്. ഇച്ച് ആൻഡ് എവരി സർവീസ് കമ്പനിയിൽ നിന്നുണ്ട്. എത്ര ഓട്ടം? ഇത് 70,000 റണ്ണിങ് കിലോമീറ്റർ, 71 ഇടയിലുള്ള ഒരു കിലോമീറ്റർ ആയിട്ടുണ്ട്. മോഡൽ 2015 രജിസ്ട്രേഷന്, 14 മാനുഫാക്ചർ വരുന്ന വണ്ടിയാണ്. ഓക്കെ, 14 മാനുഫാക്ചറും 15 രജിസ്ട്രേഷൻ. സിംഗിൾ ഓണറാണ് വണ്ടി. ഓക്കെ, വണ്ടി നല്ല വണ്ടിയാണ്. ഇപ്പോൾ എവിടെയെങ്കിലും NOC എടുത്തോ? ഇല്ല, നിലവിൽ NOC എടുത്തിട്ടില്ല. എടുത്തിട്ടില്ല. സിംഗിൾ അടുത്ത ആൾ സെക്കൻഡ് ഓണർ ഡയറക്റ്റ്ലി ആയിട്ട് അവർ പറയുന്ന RTOയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. 70-ന്റെ 71-ന്റെ ഇടയ്ക്കുള്ള ഒരു കിലോമീറ്റർ ആണ് ഇപ്പോൾ ഓടിയിട്ടുള്ളത്. ഫുൾ സർവീസ്, പ്രോപ്പർ ഹിസ്റ്ററി പോയ XF ആണ്. ഒരു 1 ഇയർ മുമ്പ് വരെ 64,000 ആണ് ഇതിന് മുമ്പ് വന്ന സർവീസ്. 2024 64,000 ലാസ്റ്റ് സർവീസ് വന്നിട്ടുണ്ട്. ഇനി ഒരു 5,000 കിലോമീറ്റർ പോയിട്ട് അടുത്ത സർവീസ് ചെയ്താൽ മതി. പൊതുവേ പിന്നെ ആളുകൾക്ക് XF-നെ കുറിച്ചൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഈ വണ്ടി മൈലേജ് ഇല്ലാത്ത വണ്ടിയാണ് എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ഇത് ഏകദേശം ഒരു 14-15 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ പോകുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതൊരു റോയൽ ഇമേജ് ഈ വണ്ടിക്കുണ്ട്. ഇത് നിങ്ങൾ ആലോചിക്കും, അത് ഇതിൻ്റെ വിലയാണെങ്കിൽ ഇനി ചോദിക്കേണ്ടത്. നമ്മൾ വളരെ നിസ്സാര വിലക്കേ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇത് എവിടെ ചെന്ന് നിർത്തിയാലുണ്ടല്ലോ ഇതിൻ്റെ ഈ പുലിൻ്റെ അതെ ഒരു സംഭവമുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ബെൻസിലോ BMW എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ BMൻ്റെ 7 സീരീസും S ക്ലാസ്സിലൊക്കെ കൊടുക്കുന്ന അതേ ഒരു ഫീല് ഇതിൽ കിട്ടുന്നുണ്ട്. അത് വന്ന് ഞാൻ എല്ലാവരും പറഞ്ഞത് വന്ന് ഓടിച്ചു നോക്കണം. അപ്പോഴാണ് ഇതിനെ കുറിച്ച് മനസ്സിലാവുള്ളൂ. മെയിൻ്റെനൻസിന് നമ്മളെടുത്ത് ഞാൻ പറഞ്ഞല്ലോ, കംപ്ലീറ്റ് സ്പെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ല, പൊതുവെ BM 7 സീരീസ് S ക്ലാസ് ഒക്കെ പറഞ്ഞ് വെച്ച് നോക്കുമ്പോൾ ആ ഒരു കാറ്റഗറി കടപിടിക്കുന്ന ഒരു ഐറ്റമാണ്. വണ്ടി ഓടിച്ചു നോക്കാനുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു നമുക്ക് ഉള്ളിലൊരു കംഫർട്ട് ഫീൽ ചെയ്യാണ്ട്. അതായത് നമ്മൾ സേഫ് ആണ് എന്നുള്ളൊരു, നമ്മൾ എത്ര ചവിട്ടി കഴിഞ്ഞാലും
വണ്ടി അവിടെ നമ്മൾ നിൽക്കുന്നുള്ള തോന്നലും അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇതൊരു സ്ട്രോങ് ഫീൽ ഉണ്ട് ഈ വണ്ടിക്ക്. അതായത് എസ് ക്ലാസിനും 7 സീരീസിനൊക്കെ വരുന്ന ആ ഒരു ഫീൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വെഡിങ് റെന്റൽസ് ആളുകൾക്ക് പറ്റിയൊരു മോഡലാണ് സത്യത്തിൽ ഇതിലുള്ളത്. തീർച്ചയായും അങ്ങനത്തെ ആളുകളും നോക്കുന്നുണ്ടോ? അങ്ങനത്തെ ആളുകളാണ് നമ്മൾ ജാഗ്വർ കൂടുതലായിട്ട് വാങ്ങിക്കുന്നത്. കാരണം നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഒരു ദിവസം 15,000 ഉറുപ്പ്യൊക്കെയാണ് വെഡിങ് റെന്റിൽ വാടക കൊടുക്കുന്നത്. ഇതാകെ 10.25 ലക്ഷം രൂപ നമ്മളെ പ്രൈസ് ഉള്ളൂ. 10,70,000 NOC അല്ലേ? അതെ അതെ അതെ. ഇത് ഇങ്ങോട്ടേക്ക് രജിസ്റ്റർ ആവണമെങ്കിൽ ഇത് രജിസ്റ്റർ ആകാൻ നമുക്കൊരു 3 lakh ഉണ്ടാവും മതി. 3 lakh 3.5 മാക്സിമം മാത്രമേ വരുന്നുള്ളൂ. 10.25 NOC 3.5 ഇങ്ങോട്ടേക്ക് മാറും മാക്സിമം. പിന്നെ HR26 ആണ് ഓക്കെ വണ്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് HR തന്നെ അവിടെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് വേണമെങ്കിൽ 5 years എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് ശരിക്കും. അതൊന്നാണെങ്കിൽ നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കോസ്റ്റ് വരാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് ഓപ്ഷൻസ് വേണമെങ്കിൽ നമുക്കുണ്ട്, ചെയ്യാൻ പറ്റും. അതെ അതെ. കേരളത്തിലാക്കണമെങ്കിൽ കേരളത്തിലാക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ഒരു ഈ ക്ലാസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളൊരു വണ്ടിയാണ് അല്ലേ? ഞാൻ ശ്രദ്ധിച്ചു നിങ്ങളെ വീഡിയോ കണ്ടമാനം വീഡിയോ ഈ ക്ലാസ് വരുന്നുണ്ട്. ഈ ക്ലാസ് ഒരുപാട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ മൂവിങ് ഉണ്ട്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? E250 ആണ്. E250 ആണ്. ഇത് കംപ്ലീറ്റ് സർവീസും കമ്പനി എന്നുള്ള വണ്ടിയാണ്. ഓക്കെ 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര ലാസ്റ്റ് കഴിഞ്ഞ്? ഇത് ലാസ്റ്റ് കഴിയുന്നത് നിങ്ങൾക്ക് കറക്റ്റ് കൊടുക്കണം. എന്തായാലും ഓൾ സർവീസ് കമ്പനി തന്നെയാണ് ഇതിൽ കസ്റ്റമർ ചെയ്തിട്ടുള്ളത്. പുറത്തുനിന്ന് ഈ വണ്ടി സർവീസ് ചെയ്തിട്ടില്ല. പിന്നെ എല്ലാ ഗ്ലാസുകളും ഈ വണ്ടിൻ്റെത് ഒറിജിനലാണ്. പിന്നെ മോഡൽ 2015 പാനോറോമിക് റൂഫുള്ള വണ്ടിയാണ്. അതായത് തന്നെ രണ്ട് വരുന്നുണ്ട്, നോർമൽ സൺറൂഫ് വരുന്നുണ്ട്, പാനോറമിക്. അതെ, പാനോറോമിക് റൂഫുള്ള വണ്ടിയും നോർമൽ സൺറൂഫും തമ്മിൽ നല്ല റേറ്റ് വ്യത്യാസമുണ്ട്. അതായത് ഇതേ സംഭവം തന്നെയാണെന്നുണ്ടെങ്കിൽ നോർമൽ സൺറൂഫ് ആണെങ്കിൽ നമുക്ക് ഒരു 10 ലക്ഷം രൂപ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കൽ. നമ്മളെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി ഡൽഹിയിൽ എടുത്ത് വെച്ച വണ്ടി ഉണ്ട് കേട്ടോ. 2015 തന്നെ ഇങ്ങനെ വരുന്നത്. ഇത് പാനോറോമിക് റൂഫ് ആയതുകൊണ്ട് നമ്മൾ 12,90,000 രൂപയാണ് ഇതിന്റെ വില. NOC 2015 വണ്ടി 67 കിലോമീറ്റർ ആണ് ഓടിയത്. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ്. ഒരു 16-17 റേഞ്ച് അത്ര കിട്ടില്ല. ഞാൻ എല്ലാം എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണോ ഷെയർ ചെയ്യുന്നത്. ഒരു 14 മാക്സിമം പ്രതീക്ഷിച്ചാൽ മതി ഈ ക്ലാസ്. ലോങ്ങിലും ഒരു നോർമൽ ഞാൻ ഡൽഹിയിൽ നിന്ന് ഓടിച്ചു പോന്നിട്ടുണ്ട് ഈ ക്ലാസ്. 14 കാരണം അപ്പം എനിക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. 14 കിട്ടിയിട്ടുള്ളൂ. അത്ര ഈ ക്ലാസ് കിട്ടുള്ളൂ. ബാക്കിയൊന്നും ആളുകൾ പറയുന്നൊന്നും. ഞാനൊരു മാസം ഏറ്റവും മിനിമം 4 ഈ ക്ലാസ്സുകൾ വെക്കുന്നുണ്ട്. 14 നമ്മൾ പ്രതീക്ഷ 14. ഇനി വേറെ ആൾക്കാർ ചില അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡ്രൈവർമാർ പറയുന്നത് ഇതാണ് 16-17 വരെയൊക്കെ കിട്ടുന്നത്. അതെ, കുറച്ച് മിക്സ് കാരണം പേഴ്സണലി ഓടിച്ച് പരിചയമുള്ളവർ ഞാനല്ല എൻ്റെ യൂസർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുള്ളൂ. വണ്ടി നല്ല വണ്ടിയാണ്. ഈ ക്ലാസ് നമ്മൾ പ്രീമിയം കാർ എടുക്കാൻ വെക്കുന്ന ആൾക്കുള്ള ഒരു സെക്കൻഡ് റാങ്കിങ്ങിൽ കൊടുക്കാൻ പറ്റിയൊരു വണ്ടിയായിട്ടാണ് ഞാൻ ഈ ക്ലാസ് നമ്മൾ റെക്കമെൻഡ്. ഞാൻ ഫസ്റ്റ് C ക്ലാസ് ആണ് റെക്കമെൻഡ് ചെയ്യാറ്. പിന്നെ അത് കഴിഞ്ഞ അത് കഴിഞ്ഞിട്ട് ഈ ക്ലാസ് കൊടുക്കും. C ക്ലാസ് 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഇത് മാറണമെങ്കിൽ ഒരു 3.5 ഇത് മാറണമെങ്കിൽ 4 ലക്ഷം രൂപ വരും. 2015 മോഡൽ പാനോറമിക് റൂഫുള്ള വണ്ടി ആയതുകൊണ്ട് 4 ലക്ഷം രൂപ മാറാൻ കോസ്റ്റ്. ഒരു SUV സെഗ്മെന്റ് നോക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയൊരു സെഗ്മെന്റ് ആണല്ലേ. GLA 200 ആണ് മെർസിഡസ് ബെൻസ്. ഈ ക്ലാസ്സിനൊക്കെ ഏകദേശം സെയിം മൈലേജ് ആയിരിക്കും? അല്ലല്ല, ഇത് മൈലേജ് 20 കിലോമീറ്റർ കിട്ടും. ഇത് നല്ല മൈലേജ് ആണ് അല്ലേ? അതെ, അതും നമ്മളെ ബേസ്ഡ് ഓൺ നമ്മളെ യൂസർ എക്സ്പീരിയൻസ് ആണ്. ഇത് ഗ്യാരണ്ടി ആയിട്ട് GLA മൈലേജ് കിട്ടും. GLA നമുക്ക് ഒരിക്കലും ഒരു SUV എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹാച്ച് ബാക്ക് ആണ്. കാരണം എന്താ വെച്ചാൽ ചെറിയ വണ്ടിയാണല്ലോ. ഇത് ലേഡീസ് ഒക്കെ നമ്മളെ അടുത്തുനിന്ന് ഒരുപാട് വാങ്ങിച്ചു പോകുന്ന വണ്ടിയാണ്. ഇത് നമ്മൾ അത്യാവശ്യം സെയിൽ ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഇതും. ഈ വണ്ടി GLA മൈലേജിൽ അടിപൊളിയാണ്. പിന്നെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ കാര്യമായിട്ട് മേജർ എഞ്ചിന് ഗിയർ സ്റ്റിയറിംഗ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ നമ്മൾ നോട്ടിഫൈ ചെയ്തിട്ടില്ല. ഇൻ കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് വരുന്നൊരു സംഭവം എന്താ വെച്ചാൽ ഇതിൻ്റെ ആംഗിൾ സെൻസർ ബെൻസിലെല്ലാത്തിലും വരുന്നതാണ്. ആംഗിൾ സെൻസറിൻ്റെ ഒരു മാറ്റർ വരുന്നുണ്ട്. നമുക്കൊരു 15,000 റുപ്പീസാണ് നമുക്കത് റീപ്ലേസ് ചെയ്യാനുള്ള കോസ്റ്റ് വരുന്നത്. അത് പിന്നെ എത്ര കഴിയുമ്പോൾ പിന്നെയും ഇത് വരാം? അല്ല അങ്ങനെ ഇല്ല. അത് ഞാൻ പറഞ്ഞതൊരു പൊതുവെ എന്താണ് എനിക്ക് ഓരോ വണ്ടിനെ പോലെ ഈ ക്ലാസ്സിൻ്റെ ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്ടാവും. അപ്പോൾ ഞാനെല്ലാം പറഞ്ഞു കൊടുക്കൽ ആംഗിൾ സെൻസറുകളാണ് ഇതിൽ വരുന്നത്. പക്ഷേ എഞ്ചിന് ഗിയർ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ മേജർ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും GLAക്കും CLAക്കൊന്നും വരാറില്ല. GLA CLA ഒരേ എഞ്ചിനുള്ള വണ്ടിയാണ് കേട്ടോ. ഇത് 2015 വണ്ടിയാണ്. 14-15 രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ്. ഉത്തർപ്രദേശ് നമ്പറാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവിടേക്ക് മാറ്റാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നല്ലൊരു ഓപ്ഷനാണ് GLA. ഞാൻ പൊതുവെ റെക്കമെൻഡഡ് ആണ് GLA. ഇത് വരുന്നത് നമുക്ക് ഫൈനൽ നമുക്കൊരു 12.5 ലക്ഷം രൂപ കൊടുക്കാം. 12.50 NOC ഒരു 2.5 ലക്ഷം രൂപ, ഒരു 3 അപ്രോക്സിമേറ്റ് ഒരു 3ൻ്റെ ഉള്ളിൽ. അപ്പോൾ ഒരു 15 ലക്ഷം കണ്ടു കഴിഞ്ഞാൽ കേരള രജിസ്ട്രേഷൻ ആയി കിട്ടും. കേരള നമ്പർ ആയി കിട്ടും. ഇത് ഫുള്ള് കമ്പനി സർവീസുള്ള വണ്ടിയാണ്. 14 മോഡൽ 15 രജിസ്ട്രേഷൻ. എത്ര ഓട്ടം പോയി?
ഇത് 79,000 കിലോമീറ്റർ. 79,000 ഓടി. ജെനുവിൻ ആണ്, ഫുള്ള് റെക്കോർഡ് ഉണ്ട്. ഇതിന്റെ ഗ്ലാസ്സിന് ചെറിയൊരു ക്രാക്ക് ഉണ്ട്, അത് മാറാണ്ട് വെച്ചാലേ നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ട് ഇത് മാറ്റി വെച്ചാൽ എന്താ വെച്ചാൽ ആൾക്കാർ പറഞ്ഞത് എന്താ അറിയോ, നിങ്ങൾ നമ്മളങ്ങനെ കളിയാക്കും ഗ്ലാസ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ അപ്പോൾ പറയും തേങ്ങ വീണ് പൊട്ടിയതോ, അതൊക്കെ നമ്മൾ ഗ്ലാസ് ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇത് പറയാലോ ഗ്ലാസ് ചേഞ്ച് ആക്കിയില്ല, ചെറിയ ക്രാക്കാണ്, മാറ്റേണ്ട ആവശ്യം പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ല, പക്ഷെ അത് വേണമെങ്കിൽ മാറ്റാം, നമ്മൾ മാറ്റിയിട്ടും കൊടുക്കാം കേട്ടോ. അത് കാരണം അത് ഇൻഷുറൻസ് ഒക്കെ ഉള്ള വണ്ടിയാണ്, നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു സെഡാൻ കാറ്റഗറിയാണ്, പക്ഷെ ഒരു എ ക്ലാസ് ലെവലാണല്ലേ. CLA 200. അതെ, ചെറിയൊരു സെഡാൻ. സി ക്ലാസ് അല്ല, എ ക്ലാസിന്റെ ഒരു കാറ്റഗറിയാണ് പറയാം. GLA അതേ എഞ്ചിനാണ്, എഞ്ചിൻ എല്ലാ സെറ്റപ്പും GLA ആണ്. CLA 200 ആണ്. പിന്നെ ഫുള്ള് കമ്പനി സർവീസ് റെക്കോർഡുള്ള വണ്ടിയാണ്. ഓക്കെ, 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 51,000 മോഡൽ 2015 വണ്ടിയാണ്. ഓക്കെ, 15 തന്നെയാണ് മാനുഫാക്ചർ. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്, മെക്കാനിക്കലി ഫുള്ളി ഗ്യാരണ്ടിയാണ്. ഇത് ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ മിന്നാന്ന് എത്തിയിട്ടുള്ളൂ. ചെറിയ ടച്ചിങ് പെയിന്റിങ് വർക്ക്സ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ചെറിയ ഡോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം നമ്മൾ ക്ലിയർ ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ടച്ച് ചെയ്ത് ഇതിന്റെ എന്താ കാര്യങ്ങളൊക്കെ ഒന്ന് പോളിഷോ കാര്യങ്ങളൊന്നും ചെയ്തില്ല, കാരണം നമുക്ക് സമയം വളരെ ലിമിറ്റഡ് ആണ്. ഇതും ഈ ക്ലാസ് ഒക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ, ചെറിയ ഡോട്ട്സ് ഉണ്ട്. പക്ഷേ ഈ ക്ലാസ് അടിപൊളിയാണ്, പക്ഷേ ചെറിയ മൈനർ ഡോട്ട്സ്, അത് പെട്ടെന്ന് നോട്ടിഫൈ ഇല്ല. ഐ മീൻ ഇങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഉള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ 2015 മോഡല് 50 സംതിങ് 51,000 ജെനുവിൻ ഫുൾ റെക്കോർഡ്. ഇതിനും ഒരു 20 ലെവൽ മൈലേജ് കിട്ടും. ഇത് സെയിം GLA സെയിം എഞ്ചിനാണ് GLA. അതായത് ഈ മൈലേജ് എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു അതും ഉണ്ട് കേട്ടോ, ഡ്രൈവിലൊരു വ്യത്യാസമുണ്ട്. വെരി റഫ്ലി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് മൈലേജ് കിട്ടൂല. കാരണം റഫ്ലി യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 17 18 പോകും. ബട്ട് നമ്മളൊരു നോർമലി നമുക്ക് ഈ ഒരു മൈലേജ് കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ ബാംഗ്ലൂരിൽ നിന്നും അവിടെ നിന്നൊക്കെ വണ്ടി ഓടിച്ചിട്ടാണ് വരുന്നത്. നമ്മളൊരു കാൽക്കുലേഷൻ പ്രകാരം നല്ലൊരു ഡീസൻ്റ് ആയിട്ട് ഉപയോഗിച്ച് 20 കിട്ടുന്നുണ്ട്. 18-20 അങ്ങനെ പറഞ്ഞു, 18-20 എന്ന് പറഞ്ഞു. ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഫൈനൽ 14.5 ലക്ഷം രൂപ. 14,50,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ ഫ്രെയിംലെസ്, നിങ്ങളെ ഡോറിന് ജസ്റ്റ് തുറന്നൊന്ന് കാണിക്കോ. കാരണം വെച്ചാൽ ആളുകൾക്ക് അറിഞ്ഞോളുണ്ട്, അറിയാത്ത ആളുകൾക്കാണ്. പിന്നെ ഫ്രെയിംലെസ് ഡോറാണ്, ഭയങ്കര ക്യൂട്ട് ലുക്കാണ് ഈ വണ്ടി വരുന്നത്. അതായത് ഒരു സ്പോർട്ടി ലുക്കാണ്. കൂടുതൽ ലേഡീസ് ആട്ടോ നമ്മളെ ഇന്ന് വാങ്ങല്. പിന്നെ റെഡ് CLA ഒരു മാസ്റ്റർ പീസ് ആണ്. ഞാൻ എവിടെ കണ്ടാലും റെഡ് വണ്ടി എടുക്കും, CLA എടുക്കും. മാറണമെങ്കിൽ എത്രയാവും? ഇത് മാറണമെങ്കിൽ നമ്മളെ GLAക്ക് പറഞ്ഞ അതേ ഒരു കോസ്റ്റ് ഉണ്ട്, 3 lakh 3.5 അല്ല 3 or below. കരയിലൂടെ ഓടുന്ന ഒരു കപ്പൽ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് എടുത്തത്. പ്രാഡോ ആണ്, ലാൻഡ് ക്രൂസർ KL 57 രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞു. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ ഇത് 3rd ഓണർ വണ്ടിയാണ്. ഈ വണ്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഇതിൻ്റെ മീറ്ററിൽ തിരി വന്നിട്ടുണ്ട്, കിലോമീറ്റർ. അതാണ് പൊതുവേ ഞാൻ മറ്റുള്ളവന്ന് വ്യത്യാസമാണ് പറഞ്ഞത്. ഡൽഹി വണ്ടികൾ വരുമ്പോൾ അങ്ങനെ എൻ്റെ കസ്റ്റമർ എടുക്കുന്ന സമയത്ത് ആൾ അറിയുന്നില്ല, ആളറിയാതെ എടുത്തതാണ്. കസ്റ്റമർക്ക് അറിയാതെ വണ്ടി എടുത്തു, പുറത്തുനിന്നുള്ള വണ്ടി എടുത്തു. ആളിവിടെ എത്തിയിട്ട് കമ്പനിയിൽ പോയപ്പോഴാണ് ഇതിൻ്റെ ഒരു കിലോമീറ്റർ മൂപ്പർക്ക് ഒരു ചതി പറ്റിയത് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഗുണപാഠം എന്ത് മനസ്സിലാക്കാം? അതെ, എല്ലാവരും കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. അതെ, കറക്റ്റ്. ഒന്നുമില്ല, അതെ, നമ്മൾ സർവീസ് റെക്കോർഡ് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. സർവീസ് റെക്കോർഡ് എടുക്കുക, കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്യുക, പരിചയമുള്ള ആരുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ച് അന്വേഷിച്ചിട്ട് ക്ലിയർ ചെയ്യുക, എന്നിട്ട് മാത്രമേ. അപ്പോൾ ഇത് നമ്മൾ ആൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു കുറച്ച് ദിവസം മുമ്പായിട്ട് ഇത് കമ്പനി ഒന്ന് പോയ റെക്കോർഡ് ഇതിലുണ്ട്. അപ്പോൾ അതിൽ വരുന്നത് 165 ആണ് അതിൽ കിലോമീറ്റർ ഉള്ളത്. ഇത് ആളെടുക്കുന്ന സമയത്ത് 70 ആയിരുന്നു, ഇപ്പം 90 ആയിട്ടുണ്ട് കിലോമീറ്റർ. പക്ഷേ അത് മൂപ്പരെടുക്കുന്ന സമയത്ത് 165 ആണ് കിലോമീറ്റർ. പിന്നെ കമ്പനിയിൽ വന്ന് പോയത് ഏകദേശം അങ്ങനെ കൂട്ടിയത് 185,000 കിലോമീറ്റർ ഇത് ഓടിയിട്ടുണ്ട്. 2 ലക്ഷത്തിൻ്റെ അടുത്തായിട്ട്. അതെ, 185 190 അത്ര ഓടിയിട്ടുണ്ടാവുള്ളൂ. പിന്നെ ടൊയോട്ട ഈ ഒരു സാധനം ആയതുകൊണ്ട് അതെ, അല്ല ഇത് 3-4 ലക്ഷം ഓടിയ വണ്ടികളൊക്കെ മാർക്കറ്റിൽ കുറേ കളിക്കുന്നുണ്ട്. അതായത് ഇത് കിലോമീറ്റർ അത്രയാണ് ഉള്ളത്. വണ്ടി ഓവറോൾ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്, ഓവറോൾ ഗുഡാണ്. പിന്നെ കുറച്ച് ഇൻറ്റീരിയറിൽ കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നമ്മൾ അതിനോട് കസ്റ്റമറെ നിങ്ങൾ പോയിട്ട് നിങ്ങൾ ചെയ്തിട്ട് സെറ്റ് ആയിക്കോളൂ. കണ്ടീഷൻ വണ്ടി ഫുള്ളാണ്, മെക്കാനിക്കലി ഫുള്ളാണ്. വണ്ടി ഇപ്പോൾ വന്നേ ഉള്ളൂ, ഇന്ന് രാവിലെ എത്തിയുള്ളൂ വണ്ടി. നമ്മൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ ഇൻസ്റ്റാഗ്രാമിലോ ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2011 മോഡല്, 3rd ഓണർ വണ്ടിയാണ്. 3rd ഓണർ, പ്രാഡോ ആണ്. കിലോമീറ്റർ ഏകദേശം 185 അടുത്ത് ഏകദേശം പറഞ്ഞിട്ടുണ്ട്, കാരണം തിരുമാറി നടത്തിയിട്ടുണ്ട്. അതെ അതെ അതെ, മെക്കാനിക്കൽ തിരുമാറി നടത്തിയോണ്ടാണ് അത്ര കേട്ടോ. ഐ മീൻസ് ഇപ്പം ഇതിൽ 90 ഉള്ളൂ. അതെ, ഓക്കെ, മനസ്സിലായി. അതായത് നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. അതായത് എൻ്റെ ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ഈ ഒരു വർത്താനം എനിക്ക് സഹിക്കൂല, എന്നോട് അറിയണ ഈ കിലോമീറ്റർ തിരിച്ച വണ്ടി അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ വണ്ടി തിരിച്ചു നമ്മൾക്ക് നമ്മളെ ആർട്ട് വരും, അതുകൊണ്ടാണ്. ഇതിപ്പോൾ എത്ര കൊടുക്കാം?
ഇത് ഫൈനൽ 24 lakh. 24 ലക്ഷത്തിന് കേരള നമ്പർ ആയി കഴിഞ്ഞു. ഒന്നും ചെയ്യാൻ ഇത് എവിടെയും കിട്ടൂല ഈ റേറ്റ് ഉണ്ടോ. എല്ലാവരും 32-33 ലക്ഷം രൂപയാണ് ഇത് കൈവശമുള്ളവർ ചോദിക്കുന്നത്. 24 ലക്ഷത്തിന് കൊണ്ട് ഇറ്റ്സ് സൂപ്പർ ഡീലാണ്. പെട്ടെന്ന് വിളിച്ചോ. അതെ അതെ അതെ. ഇവിടെ ഇപ്പോൾ നിരത്തിയിട്ട കൂട്ടത്തിൽ ഏറ്റവും അട്രാക്റ്റീവായ ഒരു സാധനമാണ് എടുത്തത്. മിനി കൂപ്പർ കൺട്രി മാനാണ്. മിനി കൂപ്പർ ഇവിടെ കണ്ടാലൊരു ഇതല്ലേ. ഓക്കെ, കുറച്ച് റയറായിട്ട് കാണുള്ളൂ മിനി കൂപ്പർ. CLA ഒക്കെ അങ്ങനെ കേട്ടോ, റെഡ് CLA ഒക്കെ കാണുള്ളൂ. അതെ. ഇതെങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുള്ള് കമ്പനി സർവീസ് റെക്കോർഡ്, ഈച്ച് ആൻഡ് എവറി സർവീസ് റെക്കോർഡ് കമ്പനിയിൽ നിന്നാണുള്ളത്. ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ വണ്ടിയിൽ വരി ഇങ്ങനത്തെ ചെറിയ പെൻസിൽ പോലത്തെ ചെറിയ മൈനർ സ്ക്രാച്ച് ഉണ്ട്. ഓക്കെ, ഒന്ന് ഇത് ഡീറ്റെയിലിംഗ് ചെയ്യാനുണ്ട്. നമ്മൾ ചെയ്യാതെ വെച്ചിട്ടുള്ള ഒരു റീസൺ എന്താ വെച്ചാൽ ഇത് റാപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെ കയ്യിൽ നിന്ന് കൂടുതൽ വാങ്ങിക്കാറ്. ഇത് സ്റ്റിക്കർ അല്ല, ഇത് ഒറിജിനലാണ്. പക്ഷെ ഇത് റാപ്പിംഗ് ചെയ്യാറുണ്ട് ആൾക്കാർ. ഗ്രീൻ കളറിലേക്കോ റെഡ് കളറിലേക്കോ ഒക്കെ റാപ്പ് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. പെട്ടെന്ന് അങ്ങനെ പോലീസൊന്നും പിടിക്കൂല. എന്താ കാര്യം വെച്ചാൽ പിന്നെ എന്താ വെച്ചാൽ ഇത് ഈ കളറിലൊക്കെ ഇറങ്ങുന്നതാണ്, ഗ്രീൻ കളറിലൊക്കെ ഇറങ്ങുന്നതാണ്. അതെ, അങ്ങനെയൊക്കെ. അതുകൊണ്ട് തന്നെ പൊതുവെ ആളുകൾ അത് പ്രിഫർ ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞതല്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞാണ്. അതായത് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതുള്ളത്. വണ്ടി നല്ല വണ്ടിയാണ്, മെക്കാനിക്കലി ഫിറ്റാണ്. ബോഡി വൈസും മീൻസ് മേജർ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2014 വണ്ടിയാണ്. 14 വണ്ടി. ഓക്കെ, NOC എടുത്തിട്ടില്ലല്ലോ? എവിടെയും NOC എടുത്തിട്ടില്ല. നമ്മൾ ഒരു 45 days എടുക്കും ഇതിൻ്റെ NOC എടുക്കാൻ. 14 വണ്ടിക്ക് ഇപ്പോൾ 45 days എടുക്കുന്നുണ്ടല്ലേ ഈ ഒരു ടൈമിൽ? ഓക്കെ, ക്ലെയിം ഒന്നുമില്ല. ക്ലെയിം ഒന്നുമില്ല, ഫുൾ ഗ്യാരണ്ടി. ഇതിന് സാറിന് എത്ര മൈലേജ് പറയാം? മൈലേജ് നല്ല മൈലേജുള്ള വണ്ടിയാണ്. എത്ര കിട്ടും? 18 ആ റേഞ്ചൊക്കെ എന്തായാലും മൈലേജ് കിട്ടും. ഇപ്പം നമ്മൾ തരുന്ന വണ്ടികളെല്ലാം നമ്മളൊരു സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു പ്രീമിയം കാറുകളാണ് സത്യത്തിൽ. അതായത് പിന്നെ കംപ്ലൈൻറ്റിനെ പറ്റി ഞങ്ങളോട് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കയ്യിൽ സ്പെയർ പാർട്സ്, അതുപോലെ തന്നെ വർക്ക്ഷോപ്പ് സപ്പോർട്ട്. ഒരാൾക്ക് വണ്ടി നമ്മളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ആൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും നമ്മളെ കയ്യിൽ നിന്ന്. കാരണം നമ്മൾ കൈവിടൂല. നിങ്ങൾ തന്നെ വിളിക്കാം, ആർമീസ് എങ്ങനെ പ്രശ്നം, നിങ്ങൾ വണ്ടി എടുത്തു, നിങ്ങൾ പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചാൽ, കാരണം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയണ്ടാവില്ല. കാരണം നിങ്ങൾ പുതിയ എടുക്കായിരിക്കും, വണ്ടിയെ കുറിച്ച് അറിയണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരും. അതായത് നിങ്ങളെ ചാമ്പുന്ന വർഷോപ്പ് പേരുണ്ടാവും, ചാമ്പാത്ത വർഷോപ്പ് പേരുണ്ടാവും. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ വണ്ടികൾ ഇപ്പോൾ നമ്മളെ ഈ ഒരു ബെൻസിൻ്റെ സ്റ്റാരിംഗ് ബോക്സ് പോയി വെച്ചോളൂ, ഈ ക്ലാസിൻ്റെ സ്റ്റാരിംഗ് ബോക്സ് പോയി നമ്മൾ അതിൽ 30,000 രൂപയ്ക്ക് നമുക്ക് നമ്മളെ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. ശരിക്കും നമ്മൾ പുറത്തുനിന്ന് പോകുകയാണെങ്കിൽ 1.5 ലക്ഷമൊക്കെ അങ്ങനെയൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവും. അതായത് ഒക്കെ പറഞ്ഞ പല രീതിയിൽ ഒരു ഡൈപ്പ് നടക്കുന്ന ഫീൽഡാണ്. അപ്പോൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ധൈര്യത്തിൽ അതേപോലെ തന്നെ മിനി കൂപ്പർ ആണെങ്കിലും ജാഗ്വാർ ആണെങ്കിലും, ജാഗ്വാറൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ എന്തായാലും വാങ്ങിക്കാം. ചെറിയ പൈസ കിട്ടിയ അടിപൊളി ഒരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് എത്രയായി ഇപ്പോൾ? ഇത് നമുക്ക് ഫൈനൽ 12,90,000 രൂപ. ഇത് മാറണമെങ്കിൽ ഒരു 2.25 അത്രേ വരുള്ളൂ. അതെ അതെ, മാക്സിമം ഒരു 15 ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ കേരള രജിസ്ട്രേഷൻ ആക്കി എടുക്കാൻ പറ്റിയ ഒരു കൺട്രി മാൻ, സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റും. ഇത് സ്ത്രീകളാണ് കൂടുതൽ പ്രിഫർ ചെയ്യാറ് കേട്ടോ. ഇതും ഈ CLM അതുപോലെ തന്നെ മിനി കൂപ്പറൊക്കെ, കാരണം ഒരു ക്യൂട്ട് കാറാണല്ലോ. അതെ, സേഫ്റ്റി എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഉഷാറ് BMW വണ്ടിയാണ്. BMW സാധനമാണ് മിനി കൂപ്പർ. അതെ അതെ, അത് ചിലർക്ക് അറിയില്ല. സെയിം കമ്പനി തന്നെയാണ്. അടുത്ത വണ്ടിയിലേക്ക് അടുത്തത് 5 സീരീസ് ആണ്, BMW. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് BMW 5 സീരീസ് സിംഗിൾ ഓണർ. ഓക്കെ, ഫുള്ള് കമ്പനി സർവീസ് റെക്കോർഡുള്ള വണ്ടിയാണ്. ഏതാ മോഡൽ? 2015 രജിസ്ട്രേഷനും 14 മാനുഫാക്ചർ ഉള്ള വണ്ടിയാണ്. പിന്നെ എല്ലാ സർവീസും അങ്ങനെ തന്നെയാണല്ലേ? 14 മോഡൽ 15. അതെ അതെ, അതിൻ്റെ ഒരു റീസൺ എന്താ വെച്ചാൽ, ഒന്ന് നമുക്ക് ഈ ഒരു കാറ്റഗറിയിലെ വണ്ടികളൊന്ന് വില കുറച്ച് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഒരു ബഡ്ജറ്റ് റേഞ്ചിലേക്ക് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, വെറും 11,75,000 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. NOC മാറുമ്പോൾ ഒരു 4 lakh കോസ്റ്റ് വരും. 4 lakh കാണേണ്ടി വരും. മാത്രമല്ല ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയ ഷേപ്പാണ്. ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതെ. ഓക്കെ, 14 മോഡൽ 15 രജിസ്ട്രേഷൻ. ഓട്ടോ എത്ര പോയില്ല? ഇത് 76,000 കിലോമീറ്റർ. 100% സർവീസ് റെക്കോർഡ് ഉണ്ട്. ഇത് ഡോക്ടർ സിമ്പിളൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർ കളിയാക്കും. സത്യത്തിൽ എന്താ സംഭവിച്ചാൽ, ഇത് ഇവിടെ ഒരാൾ വാങ്ങിച്ചതായിരുന്നു. ആളൊരു ഡെന്റിസ്റ്റ് ആണ്, ആളുടെ കാറാണ്. അതാണ് നമ്മൾ ഡോക്ടറിന്റെ ഇതുള്ളത് കേട്ടോ. അതായത് ഡോക്ടർ വെച്ച വണ്ടിയാണ്, ഫുൾ കമന്റ് ആണ്. അതെ, 1175 കൊണ്ടുപോകാം അല്ലേ? അതെ അതെ, ഇത് നല്ല ഓപ്ഷൻ. അത് വളരെ വില കുറവാണ്. നിങ്ങളെ 5 സീരീസ് മെയിൻ്റെനൻസും വരാത്ത വണ്ടിയാണല്ലേ? 5 സീരീസ് പൊതുവെ നല്ലൊരു ഓപ്ഷനാണ്. 5 സീരീസ് ഒരു ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്, മാർക്കറ്റ് നിലനിൽക്കുന്ന ഒരു വണ്ടിയാണ് 5 സീരീസ്. പക്ഷേ 5 സീരീസ് പക്ഷേ 2013 എടുക്കരുത് കേട്ടോ. കുറഞ്ഞ മോഡൽ എടുക്കണ്ട, അത് കുറച്ച് വർഷമുണ്ട്. ഇതിൽ 3
മൂന്ന് ടൈപ്പ് ഓഫ് ഡിഫറൻസ് 5 സീരീസിൽ വന്നിട്ടുണ്ട് ശരിക്കും. ഒന്ന് 2014 ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്, 15 വേറൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇത് 14 വന്ന ഡിഫറൻസ് വരുന്ന ആ ഒരു സംഭവമാണ് ഇതിൽ വരുന്നത്. അതായത് ടർബും കാര്യങ്ങളൊക്കെ 14 ഒരു ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനി 15 ശേഷം ഇറങ്ങിയ വണ്ടിക്ക് വേറൊരു സംഭവം, ഒരു ചെറിയ എഞ്ചിന് വരുന്ന വണ്ടിയുണ്ട്. ആ വണ്ടി നമ്മളടുത്ത് ഉണ്ടാവാറുണ്ട്. 3 ടൈപ്പ് ഓഫ് ഡിഫറൻസ് 5 സീരീസിൽ വന്നിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇത് 14 ഉണ്ടാവും അടുത്ത വണ്ടിയിൽ. അടുത്തത് BMW 7 സീരീസ് ആണ്. അതൊക്കെ റോഡിൽ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണല്ലേ. ഇപ്പോൾ 1.5 കോടി വില ഉണ്ട് ഈ വണ്ടിക്ക്. അതെ, KL 7 വണ്ടി ഒറിജിനൽ കേരള നേരത്തെ പറഞ്ഞിരുന്നു, എക്സ്ചേഞ്ചിൽ വന്നതാണ്. അതെ, ഫാൻസി നമ്പറും കൂടിയാണ്. 6633. അതെ അതെ, ഇതവിടെ ഒരു 255 ആണ് പൊളിച്ചത്. ഒരു അത്യാവശ്യം നല്ല ആള് ഇതിന്റെ പ്രീവിയസ് യൂസേഴ്സ് ഒക്കെ നമ്മൾ പേരൊക്കെ പറഞ്ഞ മോശം, കാരണം അത്രത്തോളം വലിയ ആൾക്കാർ. അതെ അതെ, ഇത് പിന്നെ നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. ഫസ്റ്റ് പ്രീവിയസ് ഒരു വലിയ നമ്മൾ അറിയപ്പെടുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ഉപയോഗിച്ചാണ്. സെക്കൻഡ് പേഴ്സൺ ഒരു UK മലയാളിയാണ് യൂസ് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ അയാളടുത്താണ് നമ്മൾ S ക്ലാസ് ഇത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത്. 7 സീരീസ് ഇത് 71,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. അതെ, സെയിം കിലോമീറ്റർ ആണ് വന്നിട്ടുള്ളത്. അതെ, ഇത് മൂപ്പര് കംപ്ലീറ്റ് സർവീസ് കമ്പനി എന്നല്ല, 2012 മോഡലാണ്. അയാൾ ലാസ്റ്റത്തെ ഒരു 3-4 സർവീസ് അയാൾ പുറത്തുനിന്നാണ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഓണർ, കാരണം ആൾക്ക് ഓട്ടം കുറച്ച് കുറവാണ് കമ്പാരിറ്റീവ്ലി. കാരണം എന്താ വെച്ചാൽ ആള് പിന്നെ അതുകൊണ്ട് തന്നെ ആള് UK കൂടുതലും ഉണ്ടാവാറ്. ഇപ്പോൾ ആള് UK ഉള്ളത്. അപ്പോൾ ഓട്ടം കുറച്ച് കുറവാണ്. ഡ്രൈവർ ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് സെക്കൻഡ് ഓണർഷിപ്പ് 71,000 കിലോമീറ്റർ. ലാസ്റ്റ് സർവീസ് എല്ലാ സർവീസിലും കമ്പനി എന്നല്ല. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി എനിക്കിത് വണ്ടി ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്ക് കൊടുക്കുമ്പോൾ വണ്ടി പെർഫെക്റ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നമ്മളിതിൻ്റെ ഓയിലും ഇതിന് വേണ്ട എല്ലാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി സർവീസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ പ്രൈസ് എങ്ങനെയാണ്? ഇതിൻ്റെ പ്രൈസ് നമുക്ക് 17,90,000 രൂപയുള്ളൂ. 17,90,000. അതെ, ഇപ്പോൾ ഇതിൻ്റെ വില 1.5 കോടിയാണ്. 1.5 കോടി ഉണ്ട് ഈ വണ്ടി. എത്ര ഉണ്ടാവും ഏകദേശം? 1 കോടി റുപ്യ അന്ന് കാണും. പിന്നെ മാത്രമല്ല ഇതിപ്പോൾ മെയിനായിട്ട് പോകുന്നത് എന്തിനറിയോ, ഇത് ഏറ്റവും ഈ 1.5 കോടി റുപ്യേൻ്റെ വണ്ടിയിലേക്ക് ഒരു 3-4 ലാക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ കൺവേർഷന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ആ വലിയ ഗ്രില്ലൊക്കെ വെച്ചിട്ട് ന്യൂ ഷേപ്പിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ വണ്ടിക്കുണ്ട്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഇതൊരു ഡൽഹി വണ്ടിയാണെന്ന് കൂട്ടിക്കോളി, ഏകദേശം 8-9 ലക്ഷം രൂപ ടാക്സ് അടക്കണം. നമ്മൾ 2014 ഇതേ മോഡലിൽ വണ്ടി എടുക്കേണ്ട 8-9 രൂപ ടാക്സ് അടക്കാണ്ട് ഡൽഹി. കേരള വണ്ടി തന്നെ 17,90 പറഞ്ഞ 17,90 2012 7 സീരീസ് കൊണ്ടുപോകാം. ലോൺ എത്ര കയറൂല്ലേ? നമ്മൾ ചെയ്യുന്നില്ല, പക്ഷേ നോക്കാം പുറത്തുനിന്ന് അത് ആളുകളുടെ ചോയ്സ് ആണല്ലോ. ലോൺ എടുത്ത് വാങ്ങുന്ന ആൾക്കാരുടെ മെജോറിറ്റി നമ്മൾക്ക് വണ്ടി എന്തായാലും എല്ലാ വണ്ടികൾക്കും ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും വണ്ടിക്ക് എന്തായാലും അത് ലോണ് സ്വാഭാവികമായിട്ടും, കാരണം ഇത് മൂവബിൾ പ്രോപ്പർട്ടിയാണ്. സ്വാഭാവികമായിട്ടും ഏത് ബാങ്ക് ലോൺ കൊടുക്കും. പക്ഷെ നമ്മൾ ലോൺ കൊടുക്കുന്നില്ല, അറേഞ്ച് ചെയ്യണം. അതെ, കൊടുക്കുന്നില്ല. നമ്മൾ ഇന്നത്തെ അവസാനത്തെ വാഹനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു GLA 200 തന്നെയാണ്. അതെ അതെ അതെ. എങ്ങനെ ഡീറ്റെയിൽ ഇത് ഫുള്ള് കമ്പനി സർവീസ് റെക്കോർഡുണ്ട്. ഓൾമോസ്റ്റ് എവറി സർവീസ് കമ്പനി എന്നാണ്, പുറത്തുനിന്ന് സർവീസ് ചെയ്തിട്ടില്ല. 55,000 ലോ കിലോമീറ്റർ വണ്ടിയാണ്. മോഡൽ ഏതാ വരുന്നത്? 2015 രജിസ്ട്രേഷനുള്ള 14 ലാസ്റ്റ് മാനുഫാക്ചറുള്ള വണ്ടിയാണ്. മറ്റേ വൈറ്റിന്റെ അതേപോലെ തന്നെയാണ്, സെയിം അല്ലേ. കളർ ബ്രൗൺ ആണെന്നേ ഉള്ളൂ, കിലോമീറ്റർ കുറച്ച് കുറവുണ്ട്. അതെ, കളർ ബ്രൗൺ, അത്യാവശ്യം നല്ല അടിപൊളി ടയർസ് ആണല്ലോ. അതെ 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 അതെ, എല്ലാം ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. വണ്ടി ധൈര്യമായിട്ട് എടുക്കാം. അവിടെ എത്ര സിംഗിൾ ഓണർഷിപ്പാ? അവിടെ സിംഗിൾ ഓണർഷിപ്പാണ്. നമുക്ക് വണ്ടി തരാൻ വേണ്ടി കസ്റ്റമർ പിന്നെ തരൂല എന്ന് പറയുമ്പോൾ നമ്മളെ പേർക്ക് ഒരു ബിനാമി പേരിൽ മാറ്റിയിട്ട് നമ്മൾ താൽക്കാലികം പറ്റി അത് വിത്ത് പ്രൂഫിൽ നമ്മൾ തരും കേട്ടോ. സെക്കൻഡ് ആയിട്ടുണ്ട്. ബട്ട് നോർമലി ഇത് സിംഗിൾ ഓണർ കാറാണ്, യൂസ് ചെയ്തത് സിംഗിൾ ആണ്. അതെ അതെ, നല്ല വണ്ടി. അതെല്ലാം നമ്മൾ ചെറിയ ചെറിയ പെയിന്റ് ടച്ചപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് ഫിനിഷിങ് ആക്കിയിട്ടുണ്ട്. ബാക്കിയെല്ലാം പിന്നെ മെക്കാനിക്കലെല്ലാം ഓൾറെഡി ഫിറ്റാണ്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടതുണ്ട്, അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ഇൻറ്റീരിയറൊക്കെ നോക്കിയിട്ട് അനക്കാണെങ്കില്ല, ബട്ടൺ പൂവേ നമ്മളെല്ലാ വണ്ടികളും അങ്ങനെയാണല്ലോ. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രഷ് ലുക്കുള്ള വണ്ടിയാണ്. ഓക്കെ, വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. അടിപൊളി വണ്ടി. നേരത്തെ പറഞ്ഞ പോലെ മൈലേജും കാര്യമെല്ലാം ഉള്ള ഒരു വാഹനം. നല്ല ഓപ്ഷനാണ്. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? നമ്മൾ 13.4 ലക്ഷം റുപ്യക്ക് ലാസ്റ്റ് കൊടുക്കാം. 13,25,000. നേരത്തെ കമ്പയർ ചെയ്യുമ്പോൾ വില കുറച്ച് ചെറിയൊരു വ്യത്യാസം. കാരണം എന്താ വെച്ചാൽ ഇത് ലോ കിലോമീറ്റർ ആണ് വണ്ടി, അതാണ് ഇതിന്റെ ഒരു ഇതുള്ളത്. ഇനി ചെറിയ നെഗോസിയേഷൻ ഒക്കെ നോക്കാം, പക്ഷെ അത് ഓൺ ടേബിൾ കേട്ടോ. ഫോണിൽ കൂടെ വിളിച്ചാണ്ട് അതിന് പറഞ്ഞുകൊണ്ട് അറിഞ്ഞിട്ടോ, അതായത് വന്നിട്ട് നമ്മൾ നേരിട്ട് വരിക. നല്ല വെയിലുണ്ട്, ചൂട് മൊത്തത്തിൽ ഞാനൊക്കെ വിയർത്തു പോയി. വേർത്തിട്ടുള്ള ഞാനിങ്ങനെ നിൽക്കുന്ന നോക്കണ്ട, വെള്ളം മൊത്തം വേർത്തിട്ടുള്ളത്. ഓക്കെ, നല്ല ചൂട് പ്രാവശ്യം ഉണ്ടാവും തോന്നുന്നു. ഓക്കെ, എന്തായാലും തൽക്കാലം നമ്മൾ ഫൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ
റമി കാസിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ നമ്മൾ വാട്സ്ആപ്പ് ചാനലും കൂടി ഒന്ന് അടിയിൽ വെക്കാം, അടിയിൽ ലിങ്കിൽ മെൻഷൻ ചെയ്യാം, അതും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ സ്റ്റോക്കും കാര്യങ്ങളും നമ്മൾ ഡൽഹിയിൽ നിന്ന് നേരിട്ട് കൊടുക്കുന്ന അപ്ഡേറ്റ് കൊടുക്കും. അതായത് എല്ലാ വണ്ടികളും അതാണ് നമ്മളെ മെയിൻ കച്ചവടം. അപ്പോൾ ചെറിയ പൈസക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. പെട്ടെന്ന് കച്ചവടം. അതെ അതെ അതെ, നമുക്ക് ഇൻവെസ്റ്റ് ഇല്ലാതെ കച്ചവടം. പക്ഷെ എല്ലാം കറക്റ്റ് 0 കറക്റ്റ് പറഞ്ഞിട്ട് കൊടുക്കും. ഓക്കെ, അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി പാണ്ടിക്കാട് റൂട്ടിൽ കുട്ടിപ്പാറ പയ്യനാട് എന്ന് പറഞ്ഞ പയ്യനാട്, അതാണ് ലൊക്കേഷൻ. വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഏകദേശം ഇവിടെ ഒരു HP പെട്രോൾ പമ്പ് വരുന്നുണ്ട്. അതിന്റെ ഏകദേശം ഒരു ബാക്ക് സൈഡിലാണ് വീട്. പക്ഷെ വീട് കുറച്ച് ഉള്ളിലേക്കാണ് കേട്ടോ, കാട്ടിലാണ് താമസിക്കുന്നത്. കിട്ടിയ ലൊക്കേഷൻ പ്രകാരം ഞാനും അവിടുന്ന് കുറച്ച് തിരിയാറുണ്ട്. വന്നപ്പോൾ പിന്നെ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഐഡിയ. അതെ അതെ അതെ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർസ് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.